നമ്മൾ ഐഡിയോഗ്രാം AI എന്ന് പറയുന്ന ഇമേജ് ജനറേഷൻ പ്ലാറ്റ്ഫോം മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നല്ലോ. അവർ പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്യുന്ന ക്യാരക്ടറിൻ്റെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഹോം പേജിൽ വന്ന് ക്രിയേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ജനറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞ 2 ഓപ്ഷൻ കാണിക്കും. അവിടെ ക്യാരക്ടർ ചൂസ് ചെയ്യുക. അവിടെ ക്യാമറ, അപ്ലോഡ്, ക്രിയേഷൻസ് എന്ന് പറഞ്ഞ ഇങ്ങനെ 3 ടാബ് കാണിക്കും. അവിടെ നിങ്ങളുടെ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ഏതെങ്കിലും സാമ്പിൾ ഇമേജ് ചൂസ് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന ടെംപ്ലേറ്റിൽ നിന്ന് പറഞ്ഞ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെംപ്ലേറ്റിൻ്റെ പ്രോംപ്റ്റ് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് പേസ്റ്റ് ആയിട്ടുണ്ടാവും. വേണമെങ്കിൽ നിങ്ങൾക്കത് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ആയിട്ട് പുതിയൊരു പ്രോംപ്റ്റ് അവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ചില പ്രോംപ്റ്റുകളൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. ആസ്പെക്ട് റേഷ്യോ ചൂസ് ചെയ്യുക, സിംഗിൾ ക്ലിക്കിൽ എത്ര ഇമേജസ് ജനറേറ്റ് ചെയ്യണമെന്നും കൂടി സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാമറ സിമ്പിളിൻ്റെ തൊട്ടപ്പുറത്തുള്ള സിമ്പിളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ടെംപ്ലേറ്റ് മാറ്റാൻ പറ്റും. ഫ്രീ ടയറിലുള്ള ഒരാൾക്ക് 10 ജനറേഷൻസ് ആണ് ആകെ ലഭിക്കുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും റീസെറ്റ് ആകണവരെ കാത്തിരിക്കണം. മുകളിൽ റീനെയിം ക്യാരക്ടർ എന്ന് കാണുന്ന അവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ക്യാരക്ടറിൻ്റെ പേര് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേര് നിങ്ങളുടെ ക്യാരക്ടറിന് കൊടുക്കാൻ പറ്റും. പ്രോംപ്റ്റ് ബോക്സിൻ്റെ മുകളിൽ കാണുന്ന എറേസർ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾറെഡി പേസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോംപ്റ്റ് വായിച്ചിട്ട് വേറെ ഒന്ന് അവിടെ ചേർക്കാനൊക്കെ പറ്റും. മാത്രമല്ല, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ക്യാരക്ടറിൻ്റെ അവിടെ ഒരു 3 ഡോട്ട്സ് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ മാസ്ക് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഏരിയ മാസ്ക് ചെയ്യണം, എത്ര ഏരിയ മാസ്ക് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതുപോലത്തെ ഒരു ക്യാരക്ടർ നിങ്ങളും അങ്ങോട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് അമർത്തുന്നതിലൂടെ അൽഗോരിതത്തിന് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. ഫോർ മോർ AI കോണ്ടന്റ് ഫോളോ.